ഇന്ത്യയും അമേരിക്കയും തമ്മിലുള്ള വ്യാപാര കരാർ യാഥാർത്ഥ്യമായിരിക്കുന്നു. അത് തന്നെയാണ് ഈ മണിക്കൂറിൽ ചർച്ച ചെയ്യാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത. കരാറുമായി ബന്ധപ്പെട്ട സംയുക്ത പ്രസ്താവന ഇരു രാജ്യങ്ങളും ഇന്നലെ പുറത്തുവിട്ടിരുന്നു. അമേരിക്കയിൽ നിന്നുള്ള ധാന്യങ്ങളും പഴങ്ങളും ഉൾപ്പെടെയുള്ളവയ്ക്ക് നികുതി ഇളവുണ്ട്. ഇന്ത്യക്ക് മേലുള്ള അമേരിക്കയുടെ ഇറക്കുമതി തീരുവ 18% കുറയുകയും ചെയ്തിട്ടുണ്ട്. റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നതിന് ഇന്ത്യക്ക് മേൽ ഏർപ്പെടുത്തിയിരുന്ന 25% അധിക തീരുവ അമേരിക്ക ഒഴിവാക്കുകയും ചെയ്തിരിക്കുന്നു. കരാറിൽ യാഥാർത്ഥ്യമായതിൽ മോദി ട്രംപിന് നന്ദി പറഞ്ഞിട്ടുണ്ട്. ഇന്ത്യൻ കാർഷിക ക്ഷീരമേഖലയുടെ താൽപര്യങ്ങൾ സംരക്ഷിച്ചുള്ള കരാറെന്ന് വാണിജ്യമന്ത്രി പീയൂഷ് ഗോയലും പ്രതികരിച്ചു. ഡി ധനസുമോദ് വിശദാംശങ്ങൾ നൽകാമോടൊപ്പം ഡൽഹിയിൽ നിന്ന്. സുമോദ്, ഒടുക്കം വലിയ വിവാദങ്ങളും വലിയ അനിശ്ചിതത്വങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ആരും അറിയാതെ ഒളിച്ചു കടത്തിയ കരാറെന്ന പ്രതിപക്ഷ ആരോപണങ്ങളും ഒക്കെ ഉണ്ടായിരുന്നതിൽ സംയുക്ത പ്രസ്താവന വന്നതോടുകൂടി എന്തൊക്കെയാണ് ഈ കരാറിന്റെ ഉള്ളടക്കം, എന്തൊക്കെയാണ് വ്യവസ്ഥകൾ, ഉപാധികൾ? ഇത് രാജ്യത്തെ കാർഷിക മേഖലയ്ക്ക്, മത്സ്യമേഖലയ്ക്ക്, വസ്ത്രമേഖലയ്ക്ക് ഏതൊക്കെ തരത്തിൽ ഉണർവുണ്ടാക്കും എന്ന ചോദ്യങ്ങൾക്കൊക്കെ ഇപ്പോൾ ഉത്തരമായിട്ടുണ്ടോ സുമോദ്? സൈഫുദ്ദീൻ, ഇപ്പോൾ തുകൽ ഉൽപ്പന്നങ്ങൾ, ഇതുകൂടാതെ മറ്റു പലതരത്തിലുള്ള ജനറിക് മരുന്ന് ഉൾപ്പെടെയുള്ള ഉൽപ്പന്നങ്ങൾ തുടങ്ങിയവയ്ക്ക് വലിയ തരത്തിലുള്ള ഒരു നേട്ടം ഇന്ത്യക്കുണ്ടാകും എന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണുള്ളത്. ഈ തുണിത്തരങ്ങളുടെ കാര്യം നമ്മൾ പറയുകയാണെങ്കിൽ ഇപ്പോൾ തിരുപ്പൂരിലെ പല മില്ലുകളും അടച്ചുപൂട്ടൽ ഭീഷണി തന്നെ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്. കാര്യം 50 പിന്നാലെ 50% അധിക നികുതി കൂടി ഏർപ്പെടുത്തിയതോടുകൂടി ഇന്ത്യൻ തുണിത്തരങ്ങൾക്കും ഈ തുകൽ ഉൽപ്പന്നങ്ങൾ, പാദരക്ഷ എന്നിവയ്ക്കെല്ലാം വലിയ തരത്തിലുള്ള വിലയാണ് അമേരിക്കയിലെ മാർക്കറ്റിൽ ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഈ തരത്തിലുള്ള നികുതി ഇളവ് തരുന്നത് ഈ മേഖലകളിലെല്ലാം വലിയ തരത്തിലുള്ള ഒരു ഗുണം ചെയ്യും. പക്ഷെ അപ്പോഴും ഒരു ആശങ്ക ഉണ്ടായിരുന്നത് ഈ ധാന്യങ്ങൾ ഇറക്കുമതി ചെയ്യുന്നു എന്നുള്ളത് തന്നെയായിരുന്നു. അതിനിപ്പോൾ കുറച്ചുകൂടി ഒരു ക്ലാരിറ്റി വാണിജ്യ മന്ത്രി പീയൂഷ് ഗോയൽ വരുത്തിയിരിക്കുകയാണ്. ഒരു കാരണവശാലും ക്ഷീരമേഖല, കാർഷിക മേഖല തുടങ്ങിയ മേഖലകളിലൊന്നും നികുതി ഇളവ് നൽകുന്നില്ല എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇവരുടെ സംയുക്ത പ്രസ്താവനയിൽ പറഞ്ഞിരിക്കുന്നത് സോയാബീൻ ഓയിൽ ഇറക്കുമതി ചെയ്യും. ഇതുകൂടാതെ ധാന്യങ്ങൾ, ഉണങ്ങിയ ധാന്യങ്ങൾ, പാക്ക് ചെയ്ത പഴവർഗ്ഗങ്ങൾ, ഉണങ്ങിയ പഴവർഗ്ഗങ്ങൾ എന്നിവ ഉൾപ്പെടുത്തും എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊക്കെ ഒരു തിരിച്ചടിയാകും എന്നുള്ള ഒരു കരുതൽ തന്നെയാണ് ഇവിടുത്തെ കാർഷിക സംഘടനകൾക്കുള്ളത്. പക്ഷേ അപ്പോഴും ഈ കാർഷിക സംഘടനകളെ പ്രതിനിധാനം ചെയ്യുന്ന നേതാക്കന്മാരും ഈ പ്രതിപക്ഷ നേതാക്കന്മാരും ആവശ്യപ്പെടുന്നത് ഇക്കാര്യം എന്തൊക്കെയാണ് ഇന്ത്യയുടെ പ്രതീക്ഷകൾ, എന്തൊക്കെയാണ് ഇന്ത്യക്ക് വരുന്ന ഒരു നഷ്ടങ്ങൾ, ഇവ കൃത്യമായി ചർച്ച ചെയ്യണം. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട വേദി പാർലമെന്റ് തന്നെയാണ്. ഈ പാർലമെന്റിൽ ഇക്കാര്യങ്ങൾ വിശദമായ ചർച്ച ചെയ്യണം എന്നുള്ള കാര്യം തന്നെയാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. പക്ഷേ പാർലമെന്റിൽ ഇത്തരത്തിലുള്ള ഒരു കാര്യങ്ങളും ചർച്ച ചെയ്യാൻ തയ്യാറായിട്ടില്ല. മാത്രമല്ല, ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും പുതിയ വിവരം എന്ന് പറഞ്ഞാൽ എയർ ഇന്ത്യ തന്നെ ഇപ്പോൾ ബോയിങ് വിമാനങ്ങൾ 590 ബോയിങ് വിമാനങ്ങൾക്ക് അനുമതി കൊടുത്തിട്ടുണ്ട്, വാങ്ങാൻ വേണ്ടി അനുമതി കൊടുത്തിട്ടുണ്ട്. ഇത് അമേരിക്കൻ കമ്പനിയാണ്. പക്ഷേ 2019 മുതൽ കടുത്ത നിയന്ത്രണമാണ് ഇന്ത്യയിൽ നിന്നും വിമാനഭാഗങ്ങൾ കയറ്റി അയക്കുന്നതിന് അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്നത്. അതായത് HAL തുടങ്ങിയ സ്ഥാപനങ്ങളിൽ നിന്നും ഭാഗങ്ങളായി തന്നെ നിർമ്മിച്ച് കയറ്റുമതി ചെയ്ത് അവിടെ എത്തുമ്പോൾ വൻ വിലയാണ് ഉണ്ടാകുന്നത്. അതുകൊണ്ട് പലപ്പോഴും അതിനേക്കാൾ നല്ലത് പലപ്പോഴും അമേരിക്കയിൽ നിർമ്മിക്കുന്നത് തന്നെയായിരിക്കും. ആ തരത്തിലുള്ള ആശങ്കകൾക്ക് ഇപ്പോൾ ഒരു വിരാമമായിരിക്കുകയാണ്. ഇത് ഒരുപക്ഷെ ഈ കരാർ നടപ്പാക്കി കഴിയുമ്പോൾ വരും വർഷങ്ങൾ കൊണ്ട് 0 നികുതി എന്ന രീതിയിലേക്ക് വിമാനഭാഗങ്ങൾ ആക്കണം എന്നുള്ള ഒരു രീതി തന്നെയാണ് ഇപ്പോൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. മാത്രമല്ല, ഈ ജനറിക് മരുന്നുകളുടെ ഹബ്ബാണ് ഇന്ത്യ എന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. അങ്ങനെ ജനറിക് മരുന്നുകളുടെ ഒരു കയറ്റുമതിയിലും അത് അമേരിക്കയിൽ എത്തുമ്പോൾ 0 നികുതി എന്നതിലേക്ക് കാര്യങ്ങൾ എത്തുകയാണ്. ഇതുകൂടാതെ വജ്രങ്ങൾ, രത്നങ്ങൾ തുടങ്ങിയവയും അമേരിക്ക പൂർണ്ണമായും നികുതി ഒഴിവാക്കുന്നതിനെ കുറിച്ചാണ് ആലോചിച്ചിട്ടിരിക്കുന്നത്. ഇപ്പോൾ അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്കുള്ള ഇളവ് ഇവയൊക്കെയാണ്. വ്യവസായിക ഉൽപ്പന്നങ്ങൾ, വൈൻ, സ്പിരിറ്റ്, സോയാബീൻ ഓയിൽ, ഉണങ്ങിയ ധാന്യങ്ങൾ, ഡ്രൈ ഫ്രൂട്ട്സ് എന്നിവ ഉൾപ്പെടെ അമേരിക്കൻ കാർഷിക ഭക്ഷ്യോൽപ്പന്നങ്ങളുടെ നികുതി ഇന്ത്യ കുറയ്ക്കുകയോ ഒഴിവാക്കുകയോ ചെയ്യും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കുള്ള തുണിത്തരങ്ങൾ, തുകലുൽപ്പന്നങ്ങൾ, ചെരുപ്പുകൾ, പ്ലാസ്റ്റിക്, റബ്ബർ, രാസവസ്തുക്കൾ, ഗൃഹാലങ്കാര വസ്തുക്കൾ എന്നിവയ്ക്ക് അമേരിക്ക 18% നികുതി ഏർപ്പെടുത്തുമെന്നാണ് അറിഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, ഈ ചൈന, തൈവാൻ തുടങ്ങിയ ഇത്തരത്തിലുള്ള ഇന്ത്യ ഇറക്കുമതി ചെയ്യുന്ന അതേ ഉൽപ്പന്നങ്ങൾ തന്നെ ഇറക്കുമതി ചെയ്യുന്ന രാജ്യങ്ങൾക്ക് അധിക നികുതിയാണുള്ളത്. അതുകൊണ്ട് ഇറക്കുമതി തീരുവ കുറക്കുന്നതോടെ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അമേരിക്കയിൽ പുതിയ മാർക്കറ്റ് ലഭിക്കും എന്ന് തന്നെയാണ് കരുതുന്നത്.